പിന്നെ ഹിസ്റ്ററിയിൽ ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്, അത് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുമ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്, ആരാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തതെന്ന്. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്ന ആ ഒരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് മാർട്ടിൻ എസ്ലിൻ ആണ്. MARTINESSLIN, മാർട്ടിൻ എസ്ലിൻ. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്, ABSURD, തിയേറ്റർ ഓഫ് ദ അബ്സേർഡ്. അപ്പം ഈ അബ്സേർഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുമ്പം യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ലാക്കിംഗ് ഹാർമണി, അല്ലെങ്കിൽ യൂണിറ്റി ഇല്ല, ആ ഒരു അവസ്ഥയ്ക്കാണ് അബ്സേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് നാടകം, ഡ്രാമയാണ് അബ്സേർഡ് ആയിട്ടുള്ള എന്ന്. പക്ഷെ അതിൻ്റെ ഒരു ടേമിൻ്റെ മീനിങ്, ഇതിൻ്റെ മീനിങ് വരുമ്പോൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ പ്ലേ അല്ലെങ്കിൽ ഡ്രാമ അബ്സേർഡ് ആണ് എന്നല്ല അതിൻ്റെ മീനിങ്. ആ പ്ലേയിൽ പറയുന്നത് മോഡേൺ ലൈഫിനെ കുറിച്ചുള്ള അബ്സേർഡിറ്റി, ആധുനിക മനുഷ്യൻ്റെ ലൈഫിൻ്റെ അബ്സേർഡിറ്റി, ആ ഒരു യൂണിറ്റി ഇല്ലാത്ത അവസ്ഥ, ലാക്ക് ഓഫ് ഹാർമണി, അതാണ് പോർട്രേ ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ദ ടേം ഡസ് നോട്ട് മീൻ ദാറ്റ് ദ പ്ലേ ഈസ് അബ്സേർഡ്. ആ ഒരു പ്ലേ അല്ലെങ്കിൽ ഡ്രാമ അബ്സേർഡ് ആണ്, അല്ലെങ്കിൽ അതിന് യൂണിറ്റി ഇല്ല എന്നല്ല അതിൻ്റെ മീനിങ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ പ്ലേ പ്രസൻറ്റ് ചെയ്യുന്നത് മോഡേൺ ലൈഫിൻ്റെ അബ്സേർഡിറ്റി, ഹ്യൂമൻ ലൈഫിൻ്റെ, മോഡേൺ ലൈഫിൻ്റെ അബ്സേർഡിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹാർമണിയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ദ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത് ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് മാർട്ടിൻ എസ്ലിൻ ആണ്. അദ്ദേഹം ഒരു ക്രിട്ടിക്കാണ്. പിന്നെ അതിൻ്റെ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുമ്പം അബ്സേർഡ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഹാർമണി അല്ലെങ്കിൽ യൂണിറ്റി ആണ് മീനിങ്. തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ പ്ലേ അബ്സേർഡ് എന്നല്ല, ബട്ട് ആക്ച്വലി ആ പ്ലേയിൽ പറയുന്ന കാര്യം, പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്നത് ഹ്യൂമൻ ലൈഫിൻ്റെ അല്ലെങ്കിൽ മോഡേൺ ലൈഫിൻ്റെ അബ്സേർഡിറ്റിയെ കുറിച്ചാണ്. അപ്പം പിന്നെ അബ്സേർഡ് പ്ലേസ് ഡീൽ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ലൈഫ്, ഡെത്ത്, ഐസൊലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്ന തീംസ് എന്തൊക്കെയാണെന്നാണ്. മനുഷ്യൻ്റെ ലൈഫിലെ പ്രോബ്ലംസ്, അപ്പം ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, പിന്നെ ഒറ്റപ്പെടലിനെ കുറിച്ച്, ഐസൊലേഷനെ കുറിച്ച്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെയാണ് ഇതിനകത്ത് തിയേറ്റർ ഓഫ് ദ അബ്സേർഡിലെ മെയിൻ തീംസ് ആയിട്ട് വരുന്നത്. അബൌട്ട് ലൈഫ്, ഡെത്ത്, ഐസൊലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ അബ്സേർഡ് പ്ലേസിന് പ്രോപ്പർ ബിഗിനിങ്ങും മിഡിലും എൻഡും ഒന്നും ഇല്ല. നമുക്ക് നോർമലി ഒരു പ്ലേ, ഇത് ഡ്രാമയാണെന്ന് ഓർക്കണേ, പ്ലേ അല്ലെങ്കിൽ ഡ്രാമയാണ്, അല്ലാതെ നോവലൊന്നും അല്ല, ഡ്രാമയാണ്, നാടകമാണ്. അപ്പം തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ഈ പ്ലേസിൻ്റെയൊക്കെ പ്രത്യേകത പ്രോപ്പർ ബിഗിനിങ്ങും മിഡിലും എൻഡും ഒന്നുമില്ല, ഓപ്പൺ എൻഡഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിങ് നമുക്ക് ക്ലൈമാക്സിലൂടെ ഇങ്ങനെ ആ കഥ അവസാനിച്ചു എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓപ്പൺ എൻഡഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്ത് സംഭവിച്ചു എന്ന് വേണമെങ്കിൽ റീഡേഴ്സിന് ഇമാജിൻ ചെയ്യാവുന്ന ഒരു രീതിയിലുള്ളതാണ്. അതാണ് ഓപ്പൺ എൻഡഡ്. ഓപ്പൺ എൻഡഡിൻ്റെ എക്സാമ്പിൾ മറ്റേ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടില്ലേ, ഒരു ഹോം കമ്മിങ്ങിനകത്ത്. അപ്പോൾ ലാസ്റ്റ് അതിനകത്ത് ഒരു ഓപ്പൺ എൻഡഡ് എൻഡിങ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൽ ആ ചെറുക്കനെ വയ്യാതെ കിടക്കുമ്പോൾ കാണാൻ അമ്മ വരുന്നു, അവൻ മരിച്ചോ ജീവിച്ചോ എന്നൊന്നും അതിനകത്ത് പറയുന്നില്ല. അത് റീഡേഴ്സിന് ചിന്തിക്കാം, അവൻ മരിച്ചതായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം, ജീവിച്ചു തിരിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചതായിട്ടും ചിന്തിക്കാം. അതാണ് ഓപ്പൺ എൻഡഡ്, റീഡേഴ്സിന് വിട്ടുകൊടുക്കുകയാണ് അതൊരു ക്ലൈമാക്സ്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. ബിഗിനിങ്ങും മിഡിലും എൻഡും ഒന്നും പ്രോപ്പർ ആയിട്ടില്ല, പിന്നെ ഓപ്പൺ എൻഡഡ് ആണ്. പിന്നെ ഫെയിലിയർ ടു കമ്മ്യൂണിക്കേറ്റ് ഇസ് എ മോട്ടീവ് ഇൻ ദ അബ്സേർഡ് പ്ലേസ്. അനദർ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഈ തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്ന പലപ്പോഴും മിസ്കമ്മ്യൂണിക്കേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇപ്പോൾ ഒരു കാര്യം മറ്റൊരു ക്യാരക്ടറിനോട് പറഞ്ഞു, പക്ഷേ ഇയാൾ ഉദ്ദേശിച്ച രീതിയിൽ അയാളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല ആ ഒരു കാര്യം. അയാളത് ഒന്നിൽ ആ കോൺവെർസേഷനെ തെറ്റിദ്ധരിക്കാം, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പ്രോപ്പർ അല്ല. മിസ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ. പിന്നെ ഈ തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ അല്ലെങ്കിൽ അബ്സേർഡ് ഡ്രാമയിൽ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ദൈവമില്ലാത്ത ഒരു സൊസൈറ്റിയെക്കുറിച്ച്. അപ്പം ഈ ഹാർമണിയൊന്നും ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ദൈവമില്ലാത്ത ആ ഒരു സൊസൈറ്റി എങ്ങനെ ആയിരിക്കും, ഒരു ഗോഡ്ലെസ് യൂണിവേഴ്സ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. കൺവേയിങ് ദ ഐഡിയ ഓഫ് നത്തിങ്നെസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജീവിതത്തിൽ ഒന്നും ഇല്ല, ഒരു ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാത്ത ഒരവസ്ഥ, ഒരു നത്തിങ്നെസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഗോഡ്ലെസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ് എങ്ങനെ ആയിരിക്കും, അതൊക്കെയാണ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, മനുഷ്യൻ എന്തിനാണ് ഓരോ വ്യക്തികളും എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറേ
കോൺസെപ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഉണ്ട്. പിന്നെ തിയേറ്റർ ഓഫ് അബ്സേർഡ് എഴുതുമ്പോൾ എക്സാമ്പിൾ എന്തെഴുതിയാലും ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റുന്നതിനൊക്കെ എക്സാമ്പിൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന ഡ്രാമ. വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, GODOT എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റ് എന്ന് പറയുന്ന SAMUEL സാമുവൽ ബെക്കറ്റ് BECKETT സാമുവൽ ബെക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേ റൈറ്റ്, ഡ്രാമാറ്റിസ്റ്റ് ആണ്, നാടകകൃത്താണ്. അദ്ദേഹത്തിൻ്റെ നാടകമാണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്, ആ ഒരു നാടകം, ഒരു ഡ്രാമ. അപ്പോൾ ഈ ഡ്രാമയാണ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡിൻ്റെ എക്സാമ്പിൾ, ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് ആദ്യം ഓർക്കേണ്ടത്, അതിനകത്ത് ഈ ഒരു നെയിം കോയിൻ ചെയ്തത് ആരാണ്? മാർട്ടിൻ എസ്ലിൻ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കാണ്. അതിനകത്ത് മെയിൻലി തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുമ്പോൾ പ്ലേ അബ്സേർഡ് ആണെന്നല്ല, പ്ലേ പോർട്രേ ചെയ്യുന്നത് മോഡേൺ ലൈഫിൻ്റെ അബ്സേർഡിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് യൂണിറ്റിയെ കുറിച്ചാണ്. പിന്നെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പ്ലേക്ക് പ്രോപ്പർ ബിഗിനിങ് മിഡിൽ എൻഡ് ഇല്ല, ഓപ്പൺ എൻഡഡ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഡയലോഗ്സും ഒക്കെ കോൺവെർസേഷൻ മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്, പറയുന്ന കാര്യങ്ങൾ അതുപോലെ മറ്റുള്ള ഒരാളിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പിന്നെ ഇതിനകത്ത് ഹ്യൂമൻ ലൈഫ്, പിന്നെ ഒരു ഗോഡ്ലെസ് യൂണിവേഴ്സിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പിന്നെ നത്തിങ്നെസ് ഓഫ് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്. എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ആ ഒരു ഉദ്ദേശം, എന്തിനാണ് ഓരോരുത്തരും ജീവിക്കുന്നത്, ജീവിതത്തിൻ്റെ ആ ഒരു ഉദ്ദേശം, അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറയുന്ന ഒരു പ്ലേ ആണ്. സാമുവൽ ബെക്കറ്റിൻ്റെ പ്ലേ ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. അത് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് എഴുതണമെങ്കിൽ, വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേയിൽ സാമുവൽ ബെക്കറ്റ് പറയുന്നത് രണ്ട് വ്യക്തികൾ, പേര് ഓർത്തിരിക്കണം എന്നില്ല, ഇച്ചിരി പാടാ, വ്ളാദിമീറും എസ്ട്രഗണും, VLADIMIR, എസ്ട്രഗൺ ESTRIGON. അപ്പോൾ അത് കോംപ്ലക്സ് ആകേണ്ട രണ്ട് വ്യക്തികൾ എന്ന് ഓർത്തിരുന്നാൽ മതി. 2 persons ആർ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത്. അവർ രണ്ടുപേര് ഒരു മനുഷ്യൻ്റെ പേരാണ്, ഗോദോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതാണ് ഈ ഒരു ഡ്രാമയുടെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പം വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് സാമുവൽ ബെക്കറ്റിൻ്റെ പ്ലേ ആണ്. അതിനകത്ത് രണ്ട് വ്യക്തികൾ ആ ഒരു ഡ്രാമയുടെ തുടക്കം മുതൽ അവസാനം വരെ അവർ ഗോദോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷെ അവസാനമായിട്ടും ഡ്രാമ തീരുമ്പോഴും ഗോദോത്ത് എന്ന് പറയുന്ന വ്യക്തി അവിടെ വരുന്നില്ല, അറൈവ് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും അയാൾക്ക് വേണ്ടി വീണ്ടും കാത്തു നിൽക്കുകയാണ്. എന്തിനാണ് അവർ ഇത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ട് അയാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതെന്നുള്ളത് അതിനകത്ത് ക്ലിയർ ആവുന്നില്ല, അൺക്ലിയർ ആണ്. അതിനകത്ത് എന്താണ് ഇവരുടെ ഇൻറ്റൻഷൻ, റീസൺ എന്താണ് ഇവരിങ്ങനെ കാത്തു നിൽക്കാനുള്ളതെന്ന്. പിന്നെ അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബാരൺ ആയിട്ടുള്ള ഒരു, ഈ മരുഭൂമിയൊക്കെ പോലെ ബാരൺ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ്. അതിനകത്തൊരു ഒറ്റയ്ക്കൊരു വൃക്ഷം മാത്രമേ ഉള്ളൂ, ഒരു ലൈഫ്ലെസ് ട്രീ ആണ്, എന്ന് പറഞ്ഞാൽ കരിഞ്ഞുണങ്ങിയ ഒരു മരം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവർ രണ്ടുപേരും ഗോദോത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ലൈഫ്ലെസ് ട്രീ, ജീവനില്ലാത്ത ആ ഒരു ട്രീ പ്രസൻറ്റ് ഒരു സിമ്പലാണ്. അതെന്ന് പറയുന്നത് എന്തിൻ്റെ സിമ്പലാണ്? സ്റ്റെറിലിറ്റി ഓഫ് ദ മോഡേൺ വേൾഡ്, അല്ലെങ്കിൽ ആധുനിക വേൾഡിലെ ഒരു സ്റ്റെറിലിറ്റി, ജീവനില്ലാത്ത അവസ്ഥ, ആ ഒരു സ്റ്റെറിലിറ്റി, STERILITY, ആ ഒരു അവസ്ഥയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശമില്ല, ലൈഫിലൊരു ഉദ്ദേശമില്ല. ഇതിനകത്ത് മെയിൻലി വരുന്ന തീംസ് എന്ന് പറയുന്നത് ടൈം, മീനിങ്, അൺസർട്ടനിറ്റി ഓഫ് എക്സിസ്റ്റൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ല എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, അതാണ് മെയിൻലി ഇതിനകത്ത് വരുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ഗോദോത്ത് ബൈ സാമുവൽ ബെക്കറ്റ്. 1955 ഈ പ്ലേ പബ്ലിഷ് ചെയ്തത്. ആദ്യം ഇത് ഫ്രഞ്ചിലാണ് എഴുതിയത്, പിന്നീട് ഇംഗ്ലീഷിലേക്ക് സാമുവൽ ബെക്കറ്റ് തന്നെയാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെ അവസാനം വരെ ഗോദോത്ത് ആരാണെന്ന് പറയുന്നില്ല. പല ക്രിട്ടിക്സും പല രീതിയിൽ ഗോദോത്ത് എന്ന് പറയുന്നത് ദൈവമാണെന്ന് പറയുന്നുണ്ട്, ഗോഡാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാമുവൽ ബെക്കറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഗോഡൊന്നും അല്ല എന്ന്. അങ്ങനെ പല ക്രിട്ടിക്സും പല ഇൻ്റർപ്രിട്ടേഷൻ അതിന് കൊടുക്കുന്നുണ്ട്.